ഹലോ, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൂടാൻ പറ്റുള്ള ഒരു സൈഡ് ഡിഷ് തക്കാളി ചട്നി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 3-4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റേതായ രീതിയിലാണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ എന്തൊരു കറി ഉണ്ടാക്കുമ്പോഴും മാറ്റം വരുത്തേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ എൻ്റെ രീതിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇത് ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യം ഈ 2 പച്ചക്കറികളാണ്, തക്കാളിയും ഉള്ളിയും. അപ്പോൾ അത് രണ്ടും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഏകദേശം ഒരു വലിയ ഉള്ളിയുടെ പകുതി ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി ഏകദേശം ഒരു 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയാണ് കൂടുതൽ വേണ്ടത്, ഉള്ളി വളരെ കുറച്ച് മതി. അപ്പോൾ ഇതാ ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാവുന്ന ടൈമിൽ അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഫസ്റ്റ് ഉള്ളി വാട്ടി, നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പെട്ടെന്ന് വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സൊക്കെ ചെയ്തു. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് വേണ്ട കിട്ടില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പം നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് എല്ലാം ഒരു ഭാഗത്തായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഈ ഒരു ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. പാനിലാവുന്ന ടൈമിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന ടൈമിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി കുറച്ച് അധികം വേണം, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് കുറച്ചധികം മുളക് പൊടി ഇടാറുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുക. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് തക്കാളി കൂടെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചു. പിന്നെ അത് എടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് അത്യാവശ്യം ഒന്ന് വണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വഴണ്ട് കിട്ടണം നല്ല രീതിയിൽ. ആ ഒരു തക്കാളിയൊക്കെ തൊലി ഇങ്ങനെ ഇളകി വരണം. തൊലി ഇളകി വന്നിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് വഴണ്ട് കിട്ടണം തക്കാളി ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്ന ടൈമിൽ ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു വഴണ്ട് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വഴണ്ട് കിട്ടേണ്ട ഒരു പാകം എന്ന് പറയുന്ന ആ ഒരു തൊലി ഇളകി വരണം. തക്കാളിൻ്റെ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞ് തോലൊക്കെ വേറെ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് ചൂടാറുന്നതിന് മുൻപേ തന്നെ നമ്മൾ വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നമുക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വറവിലിടുന്നത് കടുകുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽമുളകുണ്ട്, കറിവേപ്പിലുണ്ട്. അപ്പോൾ ഇത് 3 കൂടെയുള്ള വറവാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു കടുകും കായ്മുളകും കറിവേപ്പിലും ഒന്നും തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കരിഞ്ഞു പോകിയാൽ ഈ ഒരു ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ടേസ്റ്റിൽ. അപ്പോൾ ഞാനിത് ആ ഒരു വറവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു തക്കാളീൻ്റെ ഉള്ളിൻ്റെയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല തണിയുന്നതിന് മുൻപേ വേണം, അതായത് അത് ആറിപ്പോകുന്നതിന് മുൻപേ നമ്മൾ ഈ ഒരു വറവിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ അടിക്കുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ഒരു കട്ട പോലും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് നല്ല രീതിയിൽ അരയണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും, വെന്തതാണല്ലോ, പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. അപ്പം നല്ല രീതിയിൽ അരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക, അതിൽ തക്കാളിൻ്റെ കട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം അങ്ങനെ കട്ടൊന്നും ഇല്ലാതിരിക്കണം, ചമ്മന്തിയാണല്ലോ. അപ്പോൾ ഇതാ ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചമ്മന്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൽ ഞാൻ വറവിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വറവിടുന്നത് ചില ആൾക്കാർ ആദ്യമേ വറവിട്ടിട്ട് അതിലാണ് മസാല ആക്കുക, തക്കാളി ഉള്ളിയൊക്കെ വാട്ടുക ഫസ്റ്റ്. ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോകളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം അങ്ങനെ ഉണ്ടാക്കി, പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായത്. അപ്പോൾ ആ ഒരു വറവ് ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ രീതിയാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളിങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുക, പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ചട്നീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് ദോശൻ്റെ കൂടെ, ഇഡ്ഡലിൻ്റെ കൂടെ, പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പറ്റാം.